KTM ഏതൊരു വാഹനപ്രേമിയിലും ശിരകളിൽ വേഗത പടർത്തുന്ന ഒന്ന് തന്നെയാണ് KTM. പക്ഷേ KTMൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ ഒരാൾക്കും വലിയ വ്യക്തത കാണത്തില്ല. ഓക്കെ, നമുക്ക് KTMൻ്റെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ഇന്ത്യൻ യുവാക്കളുടെയൊക്കെ സ്വപ്നങ്ങളിൽ KTM എന്തായാലും ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ KTM നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ KTMനെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി പിന്തുണയ്ക്കുന്ന ഒന്നെന്ന് പറയുന്നത് ബജാജാണ്. ബജാജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് KTM നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിക്ക് നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ KTMൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയൊരു ഇതാണ് KTM അവരുടെ 125cc വാഹനങ്ങളെല്ലാം നിർത്താൻ പോവുകയാണ്. ഇത് പ്രധാനമായി KTMൻ്റെ ഡ്യൂക്ക് 125ഉം അതുപോലെ തന്നെ RC 125. ഈ രണ്ട് മോഡലുകളാണ് ഈ വരുന്ന ഏപ്രിൽ 1 കമ്പനി നിർത്താൻ പദ്ധതി ഇടുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകൾ, നിലവിലത്തെ സ്റ്റോക്കുകൾ വരുന്ന നാളുകളിൽ കമ്പനി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് KTM ഈ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് 125cc വാഹനങ്ങൾ ഇവർ വിൽക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 125cc ഉള്ള വാഹനങ്ങൾ വാങ്ങാൻ ആളുകളില്ല എന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ഹെവി പ്രൈസിങ്ങും കൂടിയാണ്. 125cc വാഹനം വാങ്ങാൻ ഇത്രയും പണം നൽകി 125cc വാങ്ങാനുള്ള പുതിയ റൈഡർമാരൊന്നും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഇതിനേക്കാളും മികച്ച രീതിയിലാണ് മറ്റുള്ള വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായ നമ്മുടെ MT-15ഉം R15ഉം അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഇതെല്ലാം ചീപ്പറുമാണ്. അതുപോലെ തന്നെ സ്റ്റൈലിങ്ങും മികച്ച റൈഡിങ്, അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻറ്റ്, അതിനേക്കാൾ ഉപരി മികച്ച സർവീസും സർവീസ് സെൻറ്ററുകളുടെ ലഭ്യത കൂടുതലുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതൽ KTMൽ നിന്നും പിന്തിരിയുന്നത്. ഇത് മാത്രമല്ല, പിന്നെ പറയുവാണെങ്കിൽ TVSൽ നിന്നും അതുപോലെ തന്നെ ബജാജിൽ നിന്നും വളരെ ബിഗ്ഗർ ഡിസ്പ്ലേസ്മെൻറ്റുള്ള ബൈക്കുകൾ, അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടുമ്പോൾ ഇത്രയും ഓവർ പ്രൈസ് നൽകിക്കൊണ്ട് KTMൻ്റെ 125cc വാങ്ങാൻ ആളുകൾ പോകുമോ? അത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിങ് തന്നെയാണ് പ്രധാന കാരണമെന്ന് തികച്ചും പറയാം. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ പുതിയ ബൈക്കേഴ്സ് എല്ലാം കൂടുതൽ മിഡ് സൈസ് സെഗ്മെൻറ്റിലേക്കാണ് കൂടുതൽ പോകുന്നത്. അതുപോലെ തന്നെ ലോവർ ഡിസ്പ്ലേസ്മെൻറ്റുള്ള ബൈക്കുകൾ വാങ്ങാൻ ആൾക്കാർ തയ്യാറാവുന്നതുമില്ല. ഈ കാരണങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് KTM ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 125cc വാഹനങ്ങളെല്ലാം നിർത്തി ഇനി കമ്പനി കൂടുതലൊരു റീസ്ട്രക്ചറിങ് പ്ലാനിലൂടെ കമ്പനി ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ, അതായത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ ശക്തമായ വാഹനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് KTM ഇപ്പോൾ പദ്ധതി ഇടുന്നത്. അതിലൂടെ ഒരുപാട് ബൈക്കേഴ്സിനെയൊക്കെ കൊണ്ടുവരാനും കമ്പനി മികച്ച രീതിയിൽ പ്രോഫിറ്റിലേക്ക് വർദ്ധിപ്പിക്കാനുമാണ് KTM ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? അതൊന്ന് പറ.